ഇന്ന് നമ്മൾ ഞെട്ടിച്ച മറ്റൊരു ദൃശ്യം കണ്ടത് അത് തൃശ്ശൂരിൽ നിന്നാണ്. ഒരാൾ കാറിന്റെ ബോണറ്റിൽ തൂങ്ങിക്കിടന്ന് എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് കിലോമീറ്ററുകളോളം ഒരു കാറിൽ സഞ്ചരിക്കുകയല്ല, തൂക്കിയിട്ടോണ്ട് പോവുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ്. എത്രമാത്രം ഭയത്തോടു കൂടിയായിരിക്കും അയാൾ ആ കാറിന് മുകളിൽ തൂങ്ങിപ്പിടിച്ചിരുന്നത്. ആ തൂങ്ങിപ്പിടിച്ചിരിക്കുന്നതിനിടയിലും സാഹസികമായ ദൃശ്യങ്ങൾ പകർത്താൻ അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ദൃശ്യത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ പ്രതിയെ കൈയോടെ പിടികൂടാനുള്ള സാഹചര്യം ഒരുക്കിയത്. സോളമൻ എന്നാണ് അയാളുടെ പേര്. ആ തൂങ്ങിക്കിടക്കുന്ന കാറ് അയാളുടേതാണ്. സോളമന് കാറ് വാടകയ്ക്ക് കൊടുക്കുന്ന ബിസിനസ്സാണ്. അത്തരത്തിൽ സോളമൻ തൃശ്ശൂരിലെ തിരൂരിലുള്ള ബക്കറിന് 2 ആഡംബര കാറുകൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഈ വാടകയ്ക്ക് കൊടുത്ത കാറ് അക്കാര്യത്തിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു വലിയ നാടകീയ ഞെട്ടിക്കുന്ന സംഭവങ്ങളിലേക്ക് എത്തിയത്. സോളമൻ പറയും എന്താണ് ഈ പ്രകോപനത്തിന് കാരണമെന്ന്. ഒക്ടോബർ മാസം 30 കല്യാണാവശ്യം എന്ന് പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോയ വണ്ടിയാണ്. ഈ വണ്ടി കാണാതായിട്ടാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടി കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഇരുന്നു സംസാരിക്കാൻ പോയ ആളെ ഇടിച്ചിട്ടു. അപ്പൊ ആ ഇടിച്ചിരുന്ന പുറത്ത് ഞാൻ ഈ വണ്ടിയുടെ മുകളിലേക്ക് ചാടി കയറി. ആ കണ്ടീഷനിൽ തന്നെ ഒരു 10 കിലോമീറ്റർ ഓടിച്ചു പുള്ളി. പിന്നെ ഇവിടെ നാട്ടെല്ലാം കൂടി പെട്ടെന്ന് ചേർന്നിട്ടാണ് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം. ഇപ്പൊ എനിക്ക് ജീവൻ അന്വേഷിച്ചിട്ട് അതിങ്ങനെ കൊന്നാണ് ഇയാളുണ്ട്. ഈ പോലീസുകാരെ ഇടപെട്ടുണ്ട് അതല്ലേ? പോലീസുകാർ ഇപ്പൊ കേസെടുക്കാന്ന് പറഞ്ഞു. ഇതിന് വേണ്ടിയിട്ട് ഈ കൊണ്ടുപോയ രീതിയിൽ, കാരണം റോട്ടിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല, അതിന് എടുക്കാന്ന് പറഞ്ഞു. എനിക്ക് എന്റെ വണ്ടി തിരിച്ചിട്ടണം, എനിക്ക് എന്റെ നഷ്ടം കിട്ടണം. നിങ്ങളുടെ നാട്ടില് പരാതി കൊടുത്തിട്ടുണ്ടോ? ബിനാനൂർ സ്റ്റേഷൻ പരിധി. ബിനാനുപുരം, ആലുവ. അവിടെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി മിസ്സിംഗ് ആണ്. ആലുവ സ്വദേശിയാണ് സോളമൻ. സോളമൻ 2 ആഡംബര കാറുകളാണ് വാടകയ്ക്ക് നൽകിയത് ഈ ബക്കറിന്. ബക്കർ തൃശ്ശൂരിലെ തിരൂർ സ്വദേശി. ഈ ആഡംബര കാറുകൾക്ക് പകരം ബക്കറിന്റെ ചില സ്ഥലം അത് പകരം നൽകാമെന്ന് ഇരുവരും തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ ആ ധാരണ തെറ്റിയപ്പോൾ വാഹനം തേടി സോളമൻ ഇയാളുടെ അടുക്കലെത്തുന്നു. ഇതേ തുടർന്ന് സംഘർഷം, വാക്കുതർക്കം, ഏറ്റവും ഒടുവിൽ കാറ് എടുത്ത ഒറ്റ പാച്ചിലാണ്. അപ്പോഴാണ് സോളമൻ അതിൽ തൂങ്ങിക്കിടക്കുന്നത്. ഈ നാടകീയ സംഭവങ്ങൾ നടന്നത് എരുമപ്പെട്ടി എന്ന സ്ഥലത്താണ്. ഏറ്റവും ഒടുവിൽ അത് അവസാനിക്കുന്നത്. നാട്ടുകാർ പലവട്ടം ഈ കാറ് തടഞ്ഞ് സോളമനെ രക്ഷിക്കാൻ ശ്രമിച്ചു. സോളമൻ പലതവണ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു, എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന് ഭയമുണ്ട്. കാരണം ഏത് സമയത്തും ആ കൈ ഒരു പിടി വിട്ടിരുന്നെങ്കിൽ അയാൾ മരിക്കുമായിരുന്നു. ഉറപ്പ്, നിസ്സംശയം. ഏറ്റവും ഒടുവിൽ എരുമപ്പെട്ടിയിൽ വെച്ച നാട്ടുകാർ ഇയാളെ തടഞ്ഞു, കാറ് പിടിച്ചു നിർത്തി. അവിടെ വെച്ച് തന്നെ ഇയാളെ പിടികൂടുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ബക്കറിന്റെ ഈ ക്രൂരത അത് കേരളത്തെ ഇന്ന് വല്ലാത്ത തരത്തിൽ ഞെട്ടിച്ചു. സോളമന്റെ ധീരതയ്ക്ക് അഭിവാദ്യം. ഒപ്പം സോളമൻ എടുത്ത ആ ദൃശ്യങ്ങൾ അത് ഈ കേസിൽ വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും.